നമ്മൾ കൊറോണ സമയത്ത് തന്നെ ഈ ആരോപണം വന്ന് UDF പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഉന്നയിച്ചതാണ്. നമ്മൾ ഉന്നയിച്ചപ്പോൾ പല ന്യായങ്ങളും പറഞ്ഞു. ഇവർ പറഞ്ഞു ഇതുപോലൊരു അടിയന്തര ഘട്ടത്തിൽ എന്ത് ചെയ്യും. പക്ഷെ ശരിയാണ്, അടിയന്തര ഘട്ടത്തിൽ നമുക്ക് ടെൻഡർ വിളിക്കാം. ഈ സമയത്ത് ഏത് സ്ഥാപനവും ടെൻഡർ വിളിച്ചാൽ ടെൻഡറിൽ പങ്കെടുക്കും. അതിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്കുള്ളത് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ഇത് വളരെ നേരത്തെ ഉണ്ടായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് കൊടുത്തത്. CNAG പറഞ്ഞതോടുകൂടി അന്ന് പ്രതിപക്ഷം ഉന്നയിച്ചത് ആ അഴിമതി യഥാർത്ഥമാണെന്ന് ഇപ്പോൾ ബോധ്യമായി. അല്ല, ബ്രൂവറി വിവാദം വളരെ ഗൗരവമുള്ളതാണ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞൊരു മറുപടി, അതായത് വ്യവസായ സ്ഥാപനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് പാപമാണോ എന്ന് ചോദിച്ചു. അല്ല, പക്ഷേ ഇവിടെ ഈ നല്ല ബിയറിൻ്റെ ഒരു വലിയ പുഴ ഒഴുക്കാൻ പോവുക. കേരളത്തിൽ മദ്യപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എത്ര പുതിയ ബാറുകൾ അനുവദിച്ചു. ഇതാ ഇപ്പോൾ ഈ ഡിസ്റ്റിലറി കൂടി വരുന്നതോടുകൂടി ഈ മദ്യരംഗത്ത് നടത്തുന്ന അഴിമതി വ്യാപകമായി വരികയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.